ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ. വണ്ടിപ്പെരിയാർ ടൗൺ, വള്ളക്കടവ്, 62-ാം മൈൽ എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ബുധനാഴ്ച രാവിലെയും രാത്രിയുമായി ശക്തമായ മഴയാണ് പീരുമേട് മേഖലയിൽ പെയ്തിറങ്ങിയത്. വണ്ടിപ്പെരിയാർ പ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് വ്യാപകമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിനോട് ചേർന്നുള്ള കോണിമറ എസ്റ്റേറ്റ് വക 30 അടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞ് ടൗണിൽ പ്രവർത്തിക്കുന്ന മുബാറക് ബിൽഡിംഗിന്റെ ഒരു വശത്തേക്ക് വീണിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഇവിടെ നിന്നും മണ്ണിടിച്ചിലുണ്ടായി റോഡിലേക്ക് വീഴുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മൺതിട്ട ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ അപകടാവസ്ഥ നിലനിൽക്കുകയാണ്. ഇതേ തുടർന്നാണ് പുലർച്ചെ 2 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പ്ലാമൂട് പ്രദേശത്ത് മണ്ണിടിഞ്ഞ റോഡിലേക്ക് വീണത്. ഈ സമയത്ത് വനംവകുപ്പ് വാഹനം പട്രോളിംഗ് നടത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെ അറിയിച്ചതനുസരിച്ച് ഇവർ എത്തുകയും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് മണ്ണിടിച്ചിലിനൊപ്പം റോഡിലേക്ക് വീണിരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ JCB എത്തിച്ചാണ് റോഡിലെ മണ്ണ് പൂർണ്ണമായും മാറ്റിയത്. മഴ ഭയങ്കര മഴയാണ്. ഭീതിയോടുകൂടിയാണ് ഞങ്ങൾ കഴിയുന്നത്. 2 മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നു, വീണ്ടും ഇടിയാനുള്ള സാധ്യതയിൽ നിൽക്കുന്നു. അതോടൊപ്പമാണ് രാത്രി പെയ്തിറങ്ങിയ ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന 3ഓളം ആളുകളുടെ വീടുകളിലേക്ക് പോകുന്ന വഴി ഇടിഞ്ഞു പോയത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട്ടിലേക്ക് വരാനുള്ള വഴി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണെന്നും വീട് അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും പ്രദേശവാസിയായ ശ്യാമള സാലി ആവശ്യപ്പെട്ടു. ഞാൻ രാവിലെ എനിക്ക് കടം തുറന്നപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുക, എൻ്റെ വീട് പോകും, എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. നമ്പറിൻ്റെ അടുത്ത് നമ്പർ പറഞ്ഞ് വൈകിട്ട് വന്ന് നോക്കാം, എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ്. ഞാൻ ആരെ പോയി വിളിക്കാനാ? എൻ്റെ വീട് പെട്ടെന്ന് നന്നാക്കിയില്ലെങ്കിൽ എൻ്റെ വീട് പോകും. പെരിയാർ നദിയിലും ചോറ്റുപാറ കൈത്തോടിലും ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.